ഹായ് ഗൈസ്, അപ്പോൾ ഓൺലൈനിലൂടെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ പറ്റുന്ന കുറേ സ്റ്റുഡൻസ് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കോഴ്സിൻ്റെ സെക്കൻഡ് വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ വർക്ക്ഷോപ്പിനോട് ഉദ്ദേശിക്കുന്നത്, അതേപോലെ എന്താണ് ഈ വർക്ക്ഷോപ്പ് എന്ന് നമുക്ക് നമ്മുടെ മെൻറ്റേഴ്സിനോട് ചോദിച്ചാലോ? എൻട്രി ആപ്പിലൂടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്ന പഠിതാക്കൾക്ക് ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വർക്ക്ഷോപ്പ് നടത്തിയ സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിന് ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ഇതൊരു ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അറ്റൻഡ് ചെയ്തതിനു ശേഷം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് ഒത്തിരി നല്ല ഫീഡ്ബാക്കാണ് ഈ വർക്ക്ഷോപ്പിനെ പറ്റി കിട്ടിയത്. എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു കരിയർ അതൊരു സേഫ് ആക്കുക എന്നുള്ളതാണ്. കരിയർ ഗ്യാപ്പ് വന്നവർ, അതുപോലെ വീട്ടമ്മമാർ, കോളേജ് സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റിയ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നടത്തിപ്പാണ്, മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലീഡർ എന്ന രീതിയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി ഒരു നല്ല ലീഡർ ആവാനുള്ള എല്ലാവിധ പരിശീലനവും നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യാം. ഒരു തിയററ്റിക്കലായിട്ടുള്ള കേവലം തിയറി പറഞ്ഞുകൊണ്ട് മുഷിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമല്ല. ഒരു വർക്ക്ഷോപ്പ് അതൊരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. 2 വർക്ക്ഷോപ്പാണ് ഓരോ ബാച്ചിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവർക്ക് തമ്മിൽ ഒരു ഇൻട്രാക്ട് ചെയ്യാനും ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത്തരത്തിലൊരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഡേ പ്രോഗ്രാമാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മളത് ഒരുമിച്ചല്ലാതെ തന്നെ ഒരു മാസത്തിലൊരു വർക്ക്ഷോപ്പ്, നെക്സ്റ്റ് മന്ത്, അങ്ങനെയാണ് നമ്മൾ ഈ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പരിപാടി എന്താണെന്ന് മനസ്സിലായില്ലേ? പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? നമ്മുടെ കോഴ്സിൽ ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. വീട്ടമ്മമാർ, +2 കഴിഞ്ഞവർ, ഡിഗ്രി കഴിഞ്ഞവർ. അപ്പോൾ ഇവർക്കൊക്കെ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ? അതൊന്ന് ഡ്രോപ്പ് ഔട്ടാക്കി പോകാനൊക്കെ കുറേ പണി ഞാൻ നോക്കി. കുറേ റിജക്ഷൻസ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണേലും എൻ്റെ ഫാമിലിയിൽ നിന്നാണേലും. ഫസ്റ്റ് ഓഫ് ഓൾ അത് റിജക്ഷൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യും എന്നുള്ള വാശിക്ക് എടുത്തു വെച്ചത്. ഇവിടെ വന്ന് ഫസ്റ്റ് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്നും അത് തന്നെ. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ലിനെ കുറിച്ച് ഞാൻ നേരത്തെ കുറച്ച് വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ കോളേജ് ടൈമിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇന്നർ വോയിസ് എന്ന് പറയുന്ന പോലെ ഇൻറ്റേൺഷിപ്പിന് പോകണം, വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇനി വേറൊരു ഓപ്ഷൻ നോക്കണ്ട, എന്തുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും പോയി. എനിക്ക് ഇവരോട് ഭയങ്കര ഒരു നന്ദി പറയാനുണ്ട്. കാരണം ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യാന്നുള്ളത് ഒരു കുഞ്ഞിലെ മുതലുള്ള ഒരു ആഗ്രഹമാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ നല്ല രീതിക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതി കുറേ കൂടി ഇൻഫർമേഷൻസ് കിട്ടി. എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആണ്. ജോയിൻ ചെയ്തതിൽ റിഗ്രഷൻ ഇല്ല. എല്ലാവരും പിന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ് ലീഡേഴ്സാണ്. യു ആർ ലീഡിങ് യുവർ ഹോം, യു ആർ ലീഡിങ് യുവർ ബിസിനസ്, യു ആർ ലീഡിങ് യുവർ എംപ്ലോയ്മെൻറ്റ്. സോ ലീഡർഷിപ്പ് ഈസ് വെരി എസെൻഷ്യൽ ഇൻ അവർ ലൈഫ്.